ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ +2 ജിയോഗ്രഫിയിൽ ഇനി വരുന്ന മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സുകളാണ് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ PYQസിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമതായിട്ട് ഡിഫറെൻറ്റ് മൈനിങ് മെത്തേഡ്സ്. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇത് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് മൈനിങ് മെത്തേഡ്സ്, അതായത് വിവിധ ഖനന രീതികൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിക്കാറുണ്ട്. സോ അതെല്ലാവരും നോക്കി വെക്കുക. ഇനി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ അഗ്രികൾച്ചർ, ദാറ്റ് ഈസ് ഇന്ത്യൻ കാർഷിക രംഗം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു 4 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി, ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇത് പഠിക്കുമ്പോൾ ഇതിനകത്തൊരു 3 സ്റ്റേജസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, അതെല്ലാം കൃത്യമായിട്ട് നോക്കുക. ഏതെങ്കിലും ഒരു സ്റ്റേജിനെ പറ്റി മാത്രം എഴുതാനും അങ്ങനെ സ്പെസിഫിക്കലി ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്തിട്ട് പോവുക. ഓക്കെ, ഇനി വരുന്നത് നിയോ ഡിറ്റർമിനിസം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. നവനിയതവാദം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ നിയോ ഡിറ്റർമിനിസം റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രത്യേകിച്ച് ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി മെയിൻ സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ, വായു മലിനീകരണത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ അല്ലെങ്കിൽ ഉറവിടങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് എയർ പൊല്യൂഷൻ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതൊന്ന് നോക്കിയിട്ട് പോവുക. ഇനി ബൈലാറ്ററൽ ആൻഡ് മൾട്ടിലാറ്ററൽ ട്രേഡ്, ഉദയകക്ഷി വ്യാപാരം ബഹുകക്ഷി വ്യാപാരം, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ വേണോ ചോദിക്കാം, 2 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇതെല്ലാവരും ഈ ഒരു ടോപ്പിക് എല്ലാവരും മിസ്സാക്കാണ്ട് പഠിച്ചിട്ട് പോവുക. ബൈലാറ്ററൽ ട്രേഡ്, മൾട്ടിലാറ്ററൽ ട്രേഡ്, ഉദയകക്ഷി വ്യാപാരം ബഹുകക്ഷി വ്യാപാരം എന്ന് പറയുന്നത്. ഇനി 2 ടൈപ്സ് ഓഫ് പോർട്സ് ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻ, ഇത് റീസെൻ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള 2 തരം തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? 2 മാർക്കിനായിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. എല്ലാവരും ഒന്ന് പഠിച്ചിട്ട് പോകാം കേട്ടോ ഈ ഒരു ടോപ്പിക്ക്. ഇനി ഡ്രൈ ലാൻഡ് ഫാമിങ്ങും വെറ്റ് ലാൻഡ് ഫാമിങ്ങും ഡിഫറൻസസ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാവരും പഠിച്ചിട്ട് പോവുക. അതായത് വരണ്ട നില കൃഷിയും ഈർപ്പനില കൃഷിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, ഡ്രൈ ലാൻഡ് ഫാമിംഗ്, വെറ്റ് ലാൻഡ് ഫാമിംഗ്, വരണ്ട നില കൃഷി, ഈർപ്പനില കൃഷി എന്താണെന്നുള്ളത്. ഇനി റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ബേസ് ചെയ്ത്, മീൻസ് അതായത് അതിൻ്റെ മലയാളത്തിൽ നമ്മൾ മഴവെള്ള ശേഖരണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ മേന്മകൾ എന്തെല്ലാമാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ആ ടോപ്പിക്ക് കവർ ചെയ്ത് പഠിച്ചിട്ട് പോവാം. ഇനി 4 phases ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ ജനസംഖ്യാ വളർച്ചയുടെ 4 ഘട്ടങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഒരു അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്ത് പഠിച്ചിട്ട് പോവാം. ഓക്കെ, 4 phases ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി ട്രാൻസ് ഹ്യൂമൻസ് എന്താണെന്നുള്ളത് ഒരു 1 വേർഡ് നോ, അത് മാത്രമല്ല 2 മാർക്കിൻ്റെ സെക്ഷൻസിലൊക്കെ ചോദിക്കാറുണ്ട്. ട്രാൻസ് ഹ്യൂമൻസ് ആരാണ്? മീൻസ് മലയാളത്തിലും ട്രാൻസ് ഹ്യൂമൻസ് എന്ന് തന്നെയാണ് പറയുന്നത്, അതാണ് ഞാൻ മലയാളം എഴുതാത്തത്. ഇനി ട്രാൻസ് ഹ്യൂമൻസിന് എക്സാമ്പിൾസ് കൂടി ചേർത്താണ് നമുക്ക് ചോദിക്കാറുള്ളത്. സോ എക്സാമ്പിൾസ് ഉൾപ്പെടെയുള്ള കാര്യം ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇനി വരുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്, അതായത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുടെ അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? മേന്മകളാണ് ചോദിച്ചിട്ടുള്ളത്. നേട്ടങ്ങൾ എന്തെല്ലാമാണ്? ഇത് ഒരു റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോൺ കൺവെൻഷണൽ എനർജി സോഴ്സുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ, മേന്മകൾ എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് എല്ലാവരും ഒന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇനി റൂറൽ സെറ്റിൽമെൻറ്റ്സും അർബൻ സെറ്റിൽമെൻറ്റ്സും ഡിഫറൻസുകൾ എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് റൂറൽ ആൻഡ് അർബൻ സെറ്റിൽമെൻറ്റ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യക്കകത്തെ ഗ്രാമീണ വാസസ്ഥലവും അതുപോലെ തന്നെ നഗരവാസസ്ഥലങ്ങളുടെയും പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഓക്കെ, ഇത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇത് കാരണം പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇനി 4 pillars ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതും ഒരു എന്താ പറയുക, മുൻകാലങ്ങൾ മുതൽ തന്നെ കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കാം, അത് അങ്ങനെ ചാൻസ് ഉണ്ട്. മാനവ വികസനത്തിൻ്റെ 4 തൂണുകൾ എന്തെല്ലാമാണ്? ഓക്കെ, ചിലപ്പോൾ നിങ്ങളടുത്ത് പറയും ഇതിലേതെങ്കിലും 2 തൂണുകളെ പറ്റിയിട്ട് എഴുതാം, മീൻസ് 2 പില്ലേഴ്സിനെ പറ്റിയിട്ട് എഴുതാൻ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് പഠിക്കുക, മാർക്ക് അനുസരിച്ച് അവർ ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ടോപ്പിക്ക് മിസ്സാക്കാണ്ട് തന്നെ പഠിച്ചിട്ട് പോകാം. 4 pillars ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഇനി പ്ലാന്റേഷൻ അഗ്രികൾച്ചർ, തോട്ടവിള കൃഷി. പ്ലാന്റേഷൻ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതിൻ്റെ മേന്മകൾ എന്താണ്, ആ രീതിക്കൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. അതൊന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, അത് കൂടുതലും ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ, റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തെല്ലാമാണ്? അതുപോലെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ്റെയും അഡ്വാൻറ്റേജസ് ചോദിക്കാറുണ്ട്.
ജസ്റ്റ് ജലഗതാഗതത്തിൻ്റെയും മേന്മകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും പഠിച്ചിട്ട് പോവുക. റോഡ് ട്രാൻസ്പോർട്ടേഷനും വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ്റെയും ഇത് രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസും ടോപ്പിക്ക് കവർ ചെയ്ത് ഫുള്ളി പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഇങ്ങനെ പലതവണ ഇത് മാറി മാറി ചോദിക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ റോഡ് ചോദിക്കുക, അല്ലെങ്കിൽ വാട്ടർ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പം രണ്ടും നിങ്ങൾ കവർ ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ PYQസിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടെന്ന് പറയുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി വരുന്ന മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ഒക്കെ ആയിട്ട് മുന്നോടിയായിട്ട് ഇപ്പോഴേ ഇതൊക്കെ പഠിച്ചു എന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ. ഓക്കെ.